ഈ ഫോറൻസിക് മെഡിസിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്താണെന്ന് അറിയാമോ? ഇന്ന് 7-8 കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കേസ് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ട് എന്തുവാ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കഴിയുമ്പോൾ നല്ല ഫോർമാലിൻ്റെ മണമുണ്ട്. അതാണ് ശരിക്കും എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ലീഗലി ഞാൻ പറഞ്ഞെങ്കിൽ എനിക്ക് ടെമ്പററി രജിസ്ട്രേഷൻ, അപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ സ്റ്റിൽ നമുക്ക് ഈ ഫോർമാലിൻ്റെ മണം ഒരു വല്ലാത്തതാണ്. ഇപ്പം ആരെങ്കിലുമൊക്കെ ഫോറൻസിക് മെഡിസിൻ എടുക്കുകയാണെങ്കിൽ ഈ മണവും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. നല്ല മണമുണ്ട് ഫോർമാലിൻ്റെ. മേ ബി എനിക്ക് കുറച്ച് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഇഷ്യൂ ഉണ്ട് ഈ സ്മെല്ലിനും അങ്ങനത്തെ ആയിട്ട്. മേ ബി അതുകൊണ്ടായിരിക്കാം. സോ അതാണ് ശരിക്കുമുള്ള അവസ്ഥ. പേടിയൊന്നുമില്ല, കേസ് ചെയ്യുമ്പോൾ ഉള്ള പേടി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ബേസിക്കലി അത് പ്രൊഫഷണലാണ്, അത് അവിടെ തീരുന്ന ഒരു കേസാണ്. അല്ലാതെ അത് നമുക്ക് പേടിയുടെ ആവശ്യമില്ല. പക്ഷേ ഈ സ്മെല്ലുമായിട്ട് പിന്നെ ഒന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു ഇതുണ്ട്. അത് കോവിഡ് സമയത്ത് എനിക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം കോവിഡ് സമയത്ത് പെട്ടെന്ന് ഒരിക്കൽ നമുക്ക് ഈ സ്മെല്ല് ഒന്നും കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു കോവിഡിൻ്റെ ആദ്യ സമയങ്ങളിൽ. ഫസ്റ്റ് സമയമൊക്കെ വരുമ്പോൾ നമുക്ക് യാതൊരു സ്മെല്ലോ ടേസ്റ്റോ സെൻസോ ഒരു സെൻസും കാണത്തില്ല. അപ്പോൾ ആ സമയം തൊട്ടേ ഭയങ്കര ഹൈപ്പർ സെൻസിറ്റീവ് ആയതൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അപ്പോൾ മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അതാണ് ഫോറൻസിക് എടുക്കാനുള്ള ഏറ്റവും ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആയിരിക്കും, ഈ ഒരു ഫോർമാലിൻ്റെ ഒരു മണം. പിന്നെ ഒരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഒരു മണമൊക്കെ കാണും. പിന്നെ ഇൻഫെഷ്യസ് ആണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു 2-3 തവണയൊക്കെ ഡെറ്റോൾ ഇട്ട് കുളിച്ചിട്ടാണ് വരുന്നത്. പിന്നെ ഇട്ട ഡ്രസ്സൊക്കെ പുറത്തിട്ട് കഴുകി അങ്ങനെയൊക്കെയാണ്. പക്ഷെ എന്നാലും എന്ത് പറഞ്ഞാലും ആ ഒരു സംഭവം നമ്മളെ ഇതിൽ കാണാം, ആ ഒരു ഇഷ്യൂ ഉണ്ട്. അത്രേ ഉള്ളൂ. See you next video.